സർ, വഖഫ് ബില്ലിന്മേലുള്ള ചില നിയമങ്ങൾക്ക് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സുപ്രീം കോടതി നിലവിൽ വഖഫിന്റെ ഈ നിയമങ്ങൾ സ്റ്റേ ചെയ്തുകൊണ്ട് പുറത്തിറക്കിയിരിക്കുന്ന ഈ ഒരു വിധി, ഈ വിധിയെ എങ്ങനെയാണ് വിലയിരുത്താൻ സാധിക്കുക? ഇത് യഥാർത്ഥത്തിൽ ബി.ജെ.പിക്ക് ഒരു പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ? ഒപ്പം ഈ വഖഫ് വിഷയത്തിന്മേൽ എങ്ങനെ ഈ വിധിയെ നമുക്ക് വിലയിരുത്താനും സാധിക്കും? വഖഫ് വിധി, അതായത് ചില വകുപ്പുകൾക്ക് തടസ്സം ഏർപ്പെടുത്തിക്കൊണ്ടും ചില വകുപ്പുകളെ വിട്ടുകളഞ്ഞുകൊണ്ടും സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ഒരു ഇടക്കാല വിധിയാണത്. ആ വിധിയിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടോട്ടൽ, അതായത് സമ്പൂർണ്ണ വിധി വരുന്നിടം വരെയുള്ള ഒരു കാലയളവിലേക്കാണ്. അപ്പൊ ഇതിനെപ്പറ്റി മാധ്യമങ്ങളൊക്കെ പറയുന്നത്, പിന്നെ വഖഫുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലിച്ചും എതിർത്തും പറയുന്നവർ പറയുന്നത് താൽക്കാലിക ആശ്വാസം, അത് ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, താൽക്കാലിക ആശ്വാസമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഏറ്റവും ആശ്വാസമായിട്ടുള്ളത് ചീഫ് ജസ്റ്റിസിനും കൂടെ ഉണ്ടായിരുന്ന ജസ്റ്റിസിനുമാണ്. കാരണം ചീഫ് ജസ്റ്റിസ് നവംബർ 23-ാം തീയതി, ഈ വർഷം നവംബർ 23-ാം തീയതി അദ്ദേഹം ജുഡീഷ്യൽ സർവീസിൽ നിന്ന് പിരിയുകയാണ്. അപ്പൊ അതിനു മുമ്പ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു വിധി, വഖഫ് സംബന്ധിച്ചിട്ടുള്ള ഒരു വിധി വളരെ ഒരു സ്ഫോടനാത്മകമായൊരു വിഷയമാണ്. ഈ വഖഫ് നവീകരിച്ച ബില്ല് 1932 തൊട്ട് ഇന്ത്യയിൽ വഖഫ് നിയമങ്ങളുണ്ട്. പിന്നീട് നരസിംഹറാവുവിന്റെ കാലത്താണ് അത് പുതിയൊരു നിയമം വരുന്നു. മൻമോഹൻ സിംഗ് അതിനെ വീണ്ടും പരിഷ്കരിച്ചു. മോഡി സർക്കാരിന്റെ കാലത്ത് ഈ നിയമത്തിലെ പലവിധ ക്ലോസുകളും കാലോചിതമായിട്ട് മാറ്റി അവതരിപ്പിച്ചു. അതിനെതിരെയാണ് ഇപ്പോൾ കോടതിയിൽ കേസ് എത്തിയിരിക്കുന്നത്. വളരെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇക്കണ്ട ദുനിയാവൊക്കെ സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ എന്തിനാണ് ഈ വസ്തു എന്ന് ചോദിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, എല്ലാ മതങ്ങളും സ്വത്ത് അമാസ് ചെയ്യുന്നതിൻ്റെ അകത്ത് സ്വത്ത് കൂട്ടി വെക്കുകയും ആ സ്വത്ത് സമ്പത്ത് ഉപയോഗിച്ചിട്ട് അധികാരത്തിലും ബാക്കിയുള്ള കാര്യങ്ങൾ സൊസൈറ്റിയിലും ഒക്കെ ഇടപെടുന്ന ഒരു സാഹചര്യം വെച്ച് പറഞ്ഞതാണ്. 1919 വരെ കേരളത്തില് സ്വകാര്യ സ്വത്ത് ഉണ്ടായിരുന്നില്ല. അതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. 19ലാണ് ആദ്യമായിട്ട് ഒരു വ്യക്തിക്ക്, കോഴിക്കോട് ഉള്ള ഒരു വ്യക്തിക്ക് ഒരു കുടുംബ തർക്കത്തിൽ സ്വകാര്യ സ്വത്ത് അനുവദിച്ചുകൊണ്ട് ഒരു വിധി ഉണ്ടായിട്ടുണ്ട്. അതാണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ സ്വത്ത്. കാരണം അതിനു മുമ്പ് വരെ നമ്മൾ ഏത് ആധാരം എടുത്താലും നമ്മൾ അതിൻ്റെ അകത്ത് കാണുന്നതെന്ന് പറയുന്നത് ഭണ്ഡാരപ്പാട്ടം, അതായത് ഭണ്ഡാരത്തിന്റെ പാട്ടമാണ്. ഭണ്ഡാരപ്പാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമദേവതകൾക്കാണ് അതിൻ്റെ അധികാരം. അപ്പൊ ഈ ഭണ്ഡാരപ്പാട്ടത്തിൽ നിന്നാണ് കേരളത്തിലല്ല, ഇന്ത്യയിൽ മൊത്തം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇതര മതസ്ഥാപനങ്ങൾക്കുള്ള പട്ടയമല്ല, പാട്ടത്തിന് സ്ഥലം കിട്ടിയിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ. അല്ലാതെ ഒരു സ്ഥാപനങ്ങൾക്കും ടെമ്പിൾസോ മോസ്കോ ചർച്ചസോ അല്ല, ഒരു സ്ഥാപനങ്ങൾക്കും, ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് പോലും സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നില്ല. അതാണ് ഈ പറയുന്ന ഇന്ത്യയിലെ ഒരു സവിശേഷമായ സ്വത്ത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം ഭൂമി ഷെയർ ചെയ്തിട്ട് കൃഷി ചെയ്തിട്ട് അതില് നിന്നുണ്ടാകുന്ന വിളവ് വീതം വെച്ച് ആ ഗ്രാമം മുന്നോട്ട് പോകുന്ന ഒരു സ്ട്രക്ചറായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ് ഇതിന്റെ അതിരുകളൊക്കെ നിശ്ചയിക്കാൻ തുടങ്ങിയതും ഇത്തരം സംഗതികള് സ്വകാര്യ സ്വത്ത് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് കടന്നു വരികയും ചെയ്തു. അതിനു മുമ്പൊന്നും ഇന്ത്യയിൽ ഒരു സ്വകാര്യ സ്വത്തുമില്ല. സ്വത്ത് കംപ്ലീറ്റ് ആയിട്ട് മൈനറായിട്ടുള്ള ദേവതയുടെ പേരിലുള്ള സ്വത്തേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ നമുക്ക് വിട്ടുകളയാൻ കാലങ്ങളൊക്കെ മാറി. ഇപ്പോഴ് വന്നിരിക്കുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് ഈ പറയുന്ന
വഖഫ് എന്ന് പറയുന്ന, വഖഫ് എന്ന് പറഞ്ഞാൽ ദൈവത്തിനുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അർത്ഥം. അതാണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. ദൈവത്തിനുള്ളത്. അതുകൊണ്ടാണ് ഞാനത് ആദ്യമേ പറഞ്ഞത്. സർവ്വം സൃഷ്ടിച്ച ഉടയതമ്പുരാന് എന്തിനാണ് പിന്നീട് ഒരു ചെറിയ പീസ് സ്ഥലം അല്ലെങ്കിൽ കുറച്ച് കാശ്? ഇതൊന്നും അതതിൻ്റെ ഒരു താത്വികമായ വശത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ കേസിന്റെ വിധിയെ ഞാൻ ശരിക്കും കാണുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും വിഭാഗത്തിനുണ്ടായിട്ടുള്ള സന്തോഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് BJPക്ക് ഉണ്ടായിട്ടുള്ള തിരിച്ചടി എന്ന് പറയുന്നതോ ഒന്നുമല്ല. ഈ വഖഫ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങളും നൂലാമാലകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് മുനമ്പത്ത് നമ്മൾ കണ്ടതാണ്. വഖഫ് ഭൂമിയായിട്ട് തുടങ്ങി അത് പിന്നീട് സെയിൽ ആൻഡ് സെയിൽ നടത്തി ആവർത്തിച്ച് പട്ടയങ്ങൾ മാറാൻ പറ്റിയിട്ടില്ല. ഉടമസ്ഥാവകാശങ്ങൾ മാറി ഇപ്പോൾ കയ്യിലിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉടമസ്ഥാവകാശത്തിൽ ഒരു ഉറപ്പില്ലായ്മ വന്നിരിക്കുന്നു. ആ ഒരു സന്ദർഭം ആണ് നമ്മുടെ കേരളത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് പല ഭാഗത്തും കാണും. പക്ഷേ മാധ്യമങ്ങളും മത നേതാക്കന്മാരെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന വളരെ ചുരുക്കം ചില പോയിന്റുകളാണ്. അതായത് പ്രത്യേകം കറുപ്പിച്ച ചിത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് അവരിത് പറയുന്നത്. പൊതുവെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന സ്വത്ത്, ഈ വഖഫ് സ്വത്ത്, ദൈവത്തിനുള്ള ഈ സ്വത്തെന്ന് പറയുന്നത് ദാനമായിട്ട് നൽകുകയും അത് സമൂഹത്തിന്റെ പൊതു നന്മയ്ക്ക് കൊടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഈ സംവിധാനത്തിന് ഇതുവരെ മതപരമായ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ മതപരമായ ഒരു ചട്ടക്കൂടിനുള്ളിലാണ് അത് നിന്നിരുന്നത്. അവര് ഇപ്പോഴുണ്ടായ ഈ നിയമത്തെപ്പറ്റി ഉണ്ടാകുന്ന ചർച്ചകളും, അതായത് ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളിൽ കൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു കാര്യം എന്താണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന വിഷയം, അതായത് കാലോചിതമായിട്ട് വഖഫിന്റെ വ്യവസ്ഥകളും മുസ്ലിം സമുദായവും പരിഷ്കരിക്കപ്പെടുന്ന ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം ഒരു മത നിയമങ്ങൾക്ക് കീഴിലുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഭൗതികമായ കാര്യങ്ങൾ, മത നിയമത്തിന്റെ കീഴിലുള്ള ഭൗതികമായ കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആംപിറ്റിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണയുടെ കരങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നൊരു ചിത്രമാണ് നമുക്കിവിടെ കാണുന്നത്. നേരത്തെ ഇതേ വിഷയം തന്നെ അയോധ്യ കേസിലെ ഇരു വിഭാഗത്തിനെയും വിളിച്ച് ചർച്ച ചെയ്തിട്ട് അതിനെ ഒരു സിവിൽ കേസായിട്ട് പരിഗണിച്ച് അത് അവസാനിപ്പിക്കുകയുണ്ടായി. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, വഖഫിലെ വളരെ തർക്കമുള്ള പല വിഷയങ്ങളും ഇനിയും മതത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നല്ല വ്യാഖ്യാനിക്കപ്പെടാൻ പോകുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളിൽ നിന്ന്, ഇന്ത്യൻ നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് മുസ്ലിം സമുദായത്തിനെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണഘടന കൊടുക്കുന്ന ഒരു അവകാശങ്ങളുടെ ചുവരുകൾക്ക് ഉള്ളിൽ നിന്നായിരിക്കും ഇനി ഉള്ള വരുന്ന കാലങ്ങളിൽ നടപ്പാക്കാൻ പോകുന്നത്. അതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിൽ അത്യാവശ്യം വേണ്ടതുമായ കാര്യം. കാരണം അത് ഇക്കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതാണ്ട് ഒരു 10-80 കൊല്ലമായിട്ട് ഉണ്ടായിരുന്ന വഖഫ് നിയമത്തിൽ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാൻ പറ്റില്ല. വഖഫ് സംബന്ധിച്ച ഒരു കാര്യത്തിന് കോടതിയെ സമീപിക്കാൻ നിർവാഹമില്ലായിരുന്നു. കാരണം അതിന് അവരുടേതായ ഒരു സംവിധാനമുണ്ട്, ഒരു ട്രിബ്യൂണലുണ്ട്. ആ ട്രിബ്യൂണൽ എന്താണോ പറയുന്നത് അത് തന്നെയായിരിക്കും അതിൻ്റെ വിധി. അതായത് നരസിംഹം സിനിമയെ പറഞ്ഞതുപോലെ, ട്രസ്റ്റിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചതുപോലെ, ഈ മതത്തിന്റെ ആൾക്കാർ മാത്രമുള്ള ഒരു ട്രസ്റ്റ്, അത്
കോടതിയുടെ അപ്രോച്ചിന് പുറത്തായിരുന്നു, അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടലിന് പുറത്തായിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു നിലവിലിരുന്നത്. ആ മതിലുകൾ മാറി, മതിലുകൾ ഇടിഞ്ഞുപോയി. ഇപ്പോൾ ഇന്ത്യൻ കോടതിയും ഇന്ത്യൻ ഭരണഘടനയും ഇതിനെ വീക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പലരും ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്, ഇപ്പോള് എന്താണ് ഗവർണർ ഒരു ബില്ല് പാസ്സാക്കാൻ, അതിന് ഗവർണർക്ക് പാസ്സാക്കാൻ സമയപരിധി നിശ്ചയിക്കുന്ന കോടതി സംബന്ധിച്ചിടത്തോളം ഈ ഇടപെടൽ വളരെ യുക്തമായൊരു കാര്യമാണ്. കാരണം എന്താണ് കോടതിക്ക് ബാഹ്യമായിട്ട് ഇന്ത്യയിലെ തർക്കങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു സാധ്യതയെ ഇപ്പോൾ കോടതി ഇടപെട്ട് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാഴ്ച, അത് വളരെ ശുഭകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കാലോചിതമായ ഒരു മാറ്റമാണ്, പുരോഗമനപരമായ ഒരു മാറ്റമാണ്. അല്ലാതെ ആ ബില്ലിലെ വകുപ്പുകളെ പറ്റിയൊക്കെ സംസാരിക്കാം. നമുക്ക് വകുപ്പുകളെ പറ്റി സംസാരിക്കാം. വകുപ്പുകളെ പറ്റി ചർച്ച ചെയ്തിട്ട് അതിന് ഒരു അമിക്കബിൾ ആയിട്ടുള്ള, എല്ലാവർക്കും യോജിക്കാവുന്ന ചട്ടങ്ങളും നിയമാവലികളും ഒക്കെ ഉണ്ടാക്കി സൗഹൃദപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ ഇതുവരെ ഒരു മതത്തിന്റെ പിടിയിൽ കിടന്നിരുന്ന ഒരു വിഷയം ഇപ്പോൾ അത് ഇന്ത്യൻ നിയമങ്ങളുടെ പരിധിക്കുള്ളിലും ഇന്ത്യൻ കോടതികൾക്ക് ഇടപെടാവുന്ന രീതിയിലും അതിനപ്പുറം ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തുമായിട്ട് മാറി എന്നുള്ള ഒരു ശുഭകരമായ കാര്യമാണ് നമ്മളിപ്പോൾ കാണേണ്ടത്.